യാത്രയെന്നു തീരുമീ ദരിദ്രിയിൽ, അന്ത്യനാളതത്ര ദൂരമാകുമോ? യാത്രയെന്നു തീരുമോ എൻ രക്ഷക? ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. യാത്രയെന്നു തീരുമോ എൻ രക്ഷക? ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞു പോ, നിത്യജീവിതം നമുക്കു ലഭ്യമാ. ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞു പോ, നിത്യജീവിതം നമുക്കു ലഭ്യമാ. ആത്മനായകന്റെ രാജ്യമെത്രയോ മോഹനമതെന്നു കാണുമേഴ ഞാൻ. ആത്മനായകന്റെ രാജ്യമെത്രയോ മോഹനമതെന്നു കാണുമേഴ ഞാൻ. എത്രയോ മഹത്തമാമി രക്ഷയെ മർത്യനാമെനിക്കു നൽകിയെന്നതാ. എത്രയോ മഹത്തമാമി രക്ഷയെ മർത്യനാമെനിക്കു നൽകിയെന്നതാ. ആയുസിന്റെ നാൾ മുഴുവൻ എപ്പോഴും വാഴ്ത്തിടും തിരുമഹത്വമേഴ ഞാൻ. ആയുസിന്റെ നാൾ മുഴുവൻ എപ്പോഴും വാഴ്ത്തിടും തിരുമഹത്വമേഴ ഞാൻ. യാത്രയെന്നു തീരുമീ ദരിദ്രിയിൽ, അന്ത്യനാളതത്ര ദൂരമാകുമോ? യാത്രയെന്നു തീരുമോ എൻ രക്ഷക? ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. യാത്രയെന്നു തീരുമോ എൻ രക്ഷക? ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു നിരീശ്വരവാദിയെ ദൈവവിശ്വാസമുള്ളവനാക്കിയ ഒരു സംഭവം അനുഭവത്തിൽ കൂടെ ഓർമ്മിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്ന ഒരു ദിവസം എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ഇറ്റലിക്കാരൻ റോമിയോ എന്ന വ്യക്തി എന്നോടൊപ്പം കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ കൂടെയാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നതും വരുന്നതും. യാത്രയിൽ ഞാൻ കൂടുതൽ സമയവും സുവിശേഷം പറയുക പതിവാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ദൈവത്തിൽ വിശ്വാസമില്ലാതെ പോയതിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, ഇറ്റലിക്കാരനായ റോമിയോ വത്തിക്കാനിലെ ചരിത്രം എന്നോട് പറഞ്ഞു. ബസിലിക്കയുടെ താഴത്തെ നിലകളിൽ, അതായത് ഏറ്റവും അവസാനത്തെ നിലയിൽ കോടിക്കണക്കിനുള്ള സ്വർണ്ണ നിക്ഷേപമുണ്ട്. അവിടെ പോപ്പ് മുതൽ താഴോട്ടുള്ളവർക്ക് ഒന്നിൻ്റെയും കുറവില്ല. എന്നാൽ പള്ളിയുടെ വെളിയിൽ പരിസരങ്ങളിൽ നിരവധി യാചകരിരുന്ന് യാചിക്കുന്നത് കാണാം. പള്ളിക്കുള്ളിൽ കോടികളുടെ നിക്ഷേപമുള്ളപ്പോൾ ഇവരിങ്ങനെ ഒന്നുമില്ലാത്തവരായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇരട്ടത്താപ്പ് നയം എനിക്കിഷ്ടപ്പെട്ടില്ല. അന്നു മുതൽ ഞാനും എൻ്റെ കുടുംബവും ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അത് വിച്ഛേദിക്കപ്പെടുവാനിടയായി തീർന്നു. എനിക്കൊരു മകളുണ്ട്, അവളെ ഞാൻ ഇതുവരെ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. അവൾക്കൊരു മകനുണ്ട്, അവനും ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല. ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയി. ദൈവത്തോടുള്ള പിണക്കം മാത്രമേ ഉള്ളൂ ദരിദ്രരോട് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് പുതിയ നിയമം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദൈവം എങ്ങനെയുള്ളവനെന്നും തന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം മതിയായവനെന്നും ദൈവപ്രവൃത്തി നേരിൽ കണ്ടുവെങ്കിലേ നിങ്ങൾക്കിനിയും വിശ്വാസം വരികയുള്ളൂ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയിൽ അത്ര വിശ്വാസമൊന്നുമില്ല, പ്രാർത്ഥിക്കാത്ത എനിക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഈ ദൈവം, ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന് നിങ്ങൾ തിരിച്ചറിയും. എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ കമ്പനിയിലെ ബോസും യഹൂദനായ വൈസ് പ്രസിഡന്റ് കത്തോലിക്കക്കാരനായ റോമിയോയും പാസ്റ്ററായ ഞാനും ഒത്ത് ചില മണിക്കൂറുകൾ ദൈവിക വിഷയങ്ങൾ ചർച്ച ചെയ്യുക പതിവായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവദിനത്തിലെ സത്യങ്ങൾ പറവാൻ ഇടയായിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ റോമിയോയോട് കൂടെ ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് കയ്യിൽ നിൽക്കാത്ത രീതിയിൽ വൈബ്രേറ്റ് ചെയ്ത് കൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തി. ഹൈവേ ആയതിനാൽ കാറുകൾ ചീറിപ്പാഞ്ഞു വരികയാണ്. ഞാൻ റോമിയോട് പറഞ്ഞു, വെളിയിലിറങ്ങി ടയർ ഫ്ലാറ്റായതാണോ എന്നൊന്ന് നോക്കുവാൻ പറഞ്ഞു.
അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. അല്പം ദൂരം ചെന്നപ്പോൾ വീണ്ടും അതേ അവസ്ഥ. വണ്ടി വീണ്ടും സൈഡിൽ മാറ്റി നിർത്തി. അപ്പോൾ റോമിയോ എന്നോട് പറഞ്ഞു, മെക്കാനിക്കിനെയോ റോഡ് സൈഡ് അസിസ്റ്റൻസിനെയോ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി, റോമിയോയെ ദൈവപ്രവൃത്തി മനസ്സിലാക്കാനുള്ള പദ്ധതിയായിരിക്കും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ദൈവ ഈ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കാണും. ഞാൻ സ്റ്റിയറിങ്ങിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹം പറഞ്ഞു, മെക്കാനിക്കിനെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ മെക്കാനിക്കിനോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വണ്ടി മുന്നോട്ടെടുത്ത്. പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. അന്ന് വീട്ടിൽ ചെന്ന് തൻ്റെ മകളോട് പറഞ്ഞു, കുര്യൻ എന്നെ ഒരു ദൈവവിശ്വാസിയാക്കി തീർത്തു. നേരിൽ കണ്ടതിനാൽ എനിക്ക് അതിനെ എതിർക്കുവാനും സാധിച്ചില്ല. അടുത്ത ദിവസം കമ്പനിയിൽ വന്ന് എല്ലാവരോടും ഈ സംഭവം അദ്ദേഹം വിവരിച്ചു. പ്രിയ ശ്രോതാക്കളെ, പലപ്പോഴും ദൈവം ചിലരെ നമ്മെ ഏൽപ്പിക്കും. നാം ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അവർക്കതിനെ ఖండిക്കാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ നാം വിധിച്ചു തള്ളുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു സന്ദർഭത്തിലെങ്കിലും നാം സേവിക്കുന്ന ദൈവത്തെപ്പറ്റി പറയുവാൻ ദൈവം അവസരമൊരുക്കുമെന്നെങ്കിൽ ആ അവസരങ്ങളെ നാം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തുമെങ്കിൽ മറ്റുള്ളവരും വിടുതലിന് കാരണമാകും. നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ? ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അവസരങ്ങളെ പാഴാക്കാതെ സമയത്തെ തക്കത്തിൽ പ്രയോജനപ്പെടുത്താം. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.